റിസൾട്ട് ഫൈനലായിട്ട് വരട്ടെ. ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് തന്നെ എത്തും. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചത്. UDF ആദ്യം മുതൽ തന്നെ ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു ജനവിധിയാണ്. നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിൽ പോകുന്നത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി പൊതുവിലാണ് എന്നതായിരുന്നു ഞങ്ങളുടെ സന്ദേശം. ആ സന്ദേശം നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി ഏറ്റെടുത്തു. കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്ത് ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ശക്തമായൊരു വിധിയെഴുത്താണ് നിലമ്പൂർ ജനത നൽകിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗ ശല്യം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ച് അധിക്ഷേപിച്ചത്, ഗവൺമെന്റിന്റെ അഴിമതി, ഇതെല്ലാം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം 10,000-നും 15,000-നും ഇടയിലായിരിക്കുമെന്ന് പറഞ്ഞു. അത് ഏതാണ്ട് കൃത്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു.